ഗുഡ് ഈവനിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ബഡ്ജറ്റ് നൈറ്റ്. ഇന്നത്തെ ബഡ്ജറ്റ് അസാധാരണമായ കാലത്തിലെ അസാധാരണമായ ബഡ്ജറ്റ് എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിക്കൊണ്ട് പറഞ്ഞത്. ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബഡ്ജറ്റിന്. ഒന്ന്, ബാഹിഘട്ട എന്ന് പറഞ്ഞാൽ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ വലിയ ബഡ്ജറ്റുമായാണ് മുൻകാലങ്ങളിൽ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എത്തിയതെങ്കിൽ ഇന്ന് പേപ്പർ രഹിത ബഡ്ജറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ പേപ്പർലെസ് ബഡ്ജറ്റായിട്ടാണ് നിർമ്മല സീതാരാമൻ യൂണിയൻ ബഡ്ജറ്റ് 2021 അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് ഒട്ടേറെ പ്രത്യേകതകളുള്ളതാണ്. ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ ഓരോന്നായി കടക്കുന്നു. അതിനുശേഷം ആഴത്തിലുള്ള വിശകലനമുണ്ട്. അതിഥികൾ നമുക്കൊപ്പം ചേരും. ഇനി 2 മണിക്കൂർ നേരം യൂണിയൻ ബഡ്ജറ്റ് നമ്മൾ അറിയേണ്ടത്, പിഴച്ചുപോയതെവിടെ, പ്രതീക്ഷകൾ എവിടെ, പ്രതീക്ഷകൾ പൊലിഞ്ഞതെവിടെ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി അതിഥികളും നമുക്കൊപ്പം ചേരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പൊതു ബജറ്റിനെ നമ്മൾ ഇഴകീറി പരിശോധിക്കാൻ പോവുകയാണ്. നിർണായക തെരഞ്ഞെടുപ്പുകൾക്കരികെ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷിച്ചതിലും അധികം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലേക്ക് വാരിക്കോരി നൽകിയെന്ന പ്രതീതി ജനിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധമുള്ള ഒരു റിയലിസ്റ്റിക് ബജറ്റാണോ ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്? കോവിഡ് പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ ഈ ബജറ്റിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട്? ഏതൊക്കെ പ്രതീക്ഷകൾ പാളിയോ? ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഓരോന്നായി നമ്മൾ ഇഴകീറി പരിശോധിക്കാൻ പോകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു ബജറ്റ് 2021 സ്പെഷ്യൽ അനാലിസിസ് ആൻഡ് എൻകൗണ്ടർ. വെൽക്കം. യൂണിയൻ ബഡ്ജറ്റ് 2021 അസാധാരണമായ കാലത്തെ അസാധാരണ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളായിരിക്കും നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ബഡ്ജറ്റ് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നമ്മളോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഈ ബഡ്ജറ്റ് വളരെയധികം പ്രത്യേകതകളായി നമ്മുടെ മുന്നിൽ ചില ഓഫറുകൾ അവതരിപ്പിക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ഒപ്പം ആസാമിലും ഈ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിനുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തിയാൽ 65,000 കോടി രൂപയാണ് കേരളത്തിന്റെ ദേശീയപാത വികസനത്തിനായി നീക്കിവെച്ചിരിക്കുന്നത്. ഓർമ്മിക്കേണ്ടത്, മുംബൈ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ദേശീയപാതയുടെ വികസനത്തിന്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് നിലവിൽ ഈ തുക അനുവദിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള തുക എവിടെയെന്ന് സ്വാഭാവികമായി ചോദ്യമുണ്ടാവാം. മാത്രവുമല്ല, മധുര കൊല്ലം ദേശീയപാതയിൽ ചെങ്കോട്ട കഴിഞ്ഞ് ആര്യങ്കാവ് കഴിഞ്ഞുള്ള ഭാഗത്തേക്കുള്ള വിഹിതം കൂടി ഈ 65,000 കോടിയിലുണ്ടോ എന്ന ചോദ്യവും മറുഭാഗത്ത് ഉന്നയിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും BJPയുടെ രാഷ്ട്രീയ സാധ്യതകൾ ഇഴകീറി പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിലും തമിഴ്നാട്ടിൽ ദേശീയപാത വികസനത്തിനായി 1.03 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 25,000 കോടി രൂപ വെസ്റ്റ് ബംഗാളിന്റെ ദേശീയപാത വികസനത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു നിർമ്മല സീതാരാമൻ. ആസാമിലേക്ക് എത്തിയാൽ 34,000 കോടി രൂപയാണ് ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി മാത്രം ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തേയിലത്തോട്ടങ്ങളുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള നിക്ഷേപം അസാമിൽ നടത്തുന്നുണ്ട്. സോ ഇറ്റ്സ് എ റോഡ് ടു ഇലക്ഷൻ. തിരഞ്ഞെടുപ്പിലേക്കുള്ള ദേശീയപാതയാണ് യഥാർത്ഥത്തിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന്റെ ശ്രദ്ധേയമായ ഒരു ഭാഗം. ഇനി അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് നമ്മൾ വളരെ വേഗം എത്തിയാൽ, ശുദ്ധജലം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശുദ്ധവായു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നഗര ശുചിത്വം ഈ ബഡ്ജറ്റിലെ ശ്രദ്ധേയമായ ആരോഗ്യം എന്ന് പറയുന്ന പില്ലറിനോടൊപ്പം ചേർത്ത് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഭാഗങ്ങളാണ്. ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ 2,87,000 കോടി രൂപയാണ് ജൽ ജീവൻ മിഷനു വേണ്ടി ഇപ്പോൾ യൂണിയൻ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അർബൻ സാനിറ്റൈസേഷന് വേണ്ടി, നഗര ശുചിത്വത്തിന് വേണ്ടി 1,41,678 കോടി രൂപ. ഇതാദ്യമായി ശുദ്ധവായു 2,217 കോടി രൂപയിൽ ബജറ്റിൽ സ്ഥാനം പിടിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇറ്റ്സ് എ ഗ്രീൻ ബജറ്റ്, ഇറ്റ്സ് എ ലൈഫ് ബജറ്റ് ഇൻ എ സെൻസ്. ഇതൊരു ലൈഫ് ബജറ്റാണ്, ഇതൊരു ഗ്രീൻ ബജറ്റാണ്. ഇതിൽ ശുചിത്വമുണ്ട്, ശുദ്ധവായു ഉണ്ട്, ശുദ്ധജലത്തിനുള്ള പദ്ധതികളുമുണ്ട്. എന്നാൽ ഈ ബജറ്റിനെ വേറിട്ട് നിർത്തുന്നത്, ഇതിന്റെ അടിസ്ഥാനമായ രാഷ്ട്രീയ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ
നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ചു വന്ന ബജറ്റുകളുടെ പൊളിറ്റിക്കൽ എക്കണോമി സ്വഭാവം ഈ ബജറ്റും നിലനിർത്തുന്നുണ്ട്. പ്രോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്, പ്രൈവറ്റൈസേഷന് വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ബജറ്റാണ്. ഇതെല്ലാം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യഘട്ടത്തിലെ 5 ബജറ്റിലും ഇപ്പോൾ കഴിഞ്ഞുപോയ 2 ബജറ്റുകളിലും തുടർച്ചയായിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയായി നമുക്കതിനെ കാണാം. പക്ഷേ ആ തുടർച്ചയിലും ഈ ബജറ്റ് വേറിട്ട് നിൽക്കുന്നത് ആരോഗ്യ മേഖലയിൽ കൊടുത്തിരിക്കുന്ന ട്രസ്റ്റ് കൊണ്ടാണ്. അതിന്റെ കാരണം കോവിഡ് തന്നെയാണ് എന്ന് നമുക്കറിയാം. 64,180 കോടി രൂപയാണ് ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിനു വേണ്ടി ഈ ബജറ്റ് നീക്കിവെച്ചിരിക്കുന്നത്. ഇതിൽ 30,000 കോടി രൂപ ഇതിനു പുറമെ 2 വാക്സിനുകളും, കോവിഷീൽഡ് വാക്സിനും കോവാക്സിനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടി മാറ്റിവെച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ 94,000 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചിരിക്കുന്നതെങ്കിൽ വാക്സിനേഷൻ അടക്കം ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനടക്കം നീക്കിവെച്ചിരിക്കുന്ന തുക കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ 137%. 2,23,000 കോടി രൂപയോളം വരും മൊത്തം ആരോഗ്യ മേഖലയിലെ നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പാർട്ട് ബിയിലേക്ക് നമ്മൾ എത്തിയാൽ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ 2ാം ഘട്ട വികസനത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് 1967 കോടി രൂപ. പക്ഷെ ഓർമ്മിക്കണം, ഇതിൽ 1967-ൽ 387 കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുക. ബാക്കി നൽകേണ്ടത് സംസ്ഥാന സർക്കാർ. ബാക്കി തുക കടമെടുക്കേണ്ടത് കൊച്ചി മെട്രോ തന്നെയാണ് വായ്പയായിട്ട് എടുക്കേണ്ടത്. ചെന്നൈ മെട്രോയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് 63,246 കോടി രൂപയാണ്. ബംഗളൂരു മെട്രോയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് 40,700 കോടി രൂപയാണ്. ഇവിടെ എല്ലാമുള്ള ഒരു വ്യവസ്ഥ 1/3 കേന്ദ്രം, 1/3 അതാത് സംസ്ഥാനങ്ങൾ, 1/3 ഏത് കോർപ്പറേഷനാണോ ഇത് നടത്തുന്നത് ആ കോർപ്പറേഷൻ വായ്പ എടുക്കണം. നാഗ്പൂരിലെ മെട്രോയ്ക്ക് 59,000 കോടി രൂപ കൂടി 5,900 കോടി രൂപ കൂടി ഈ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലും ഈ ബജറ്റ് കൂടുതൽ മുതൽ മുടക്കുന്നുണ്ട്. ഏകദേശം 15,000 സ്കൂളുകളുടെ നിലവാരമാണ് എക്സംപ്ലറി കാറ്റഗറിയിലേക്ക് മാറ്റാൻ നിർമ്മല സീതാരാമൻ ശ്രമിക്കുന്നത്. 100 സൈനിക സ്കൂളുകൾ സ്ഥാപിക്കും, അതും സ്വകാര്യ ട്രസ്റ്റ് പങ്കാളിത്തത്തോടു കൂടി എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ജമ്മു കാശ്മീരിന്റെ സംസ്ഥാനത്തിന്റെ പദവി നഷ്ടപ്പെട്ടതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ബജറ്റ് പ്രഖ്യാപനമായതുകൊണ്ട് തന്നെ ലഡാക്കിന് ഒരു പ്രത്യേക പരിഗണന നൽകുന്നു. ലഡാക്കിൽ ഒരു കേന്ദ്ര സർവകലാശാല വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഗവേഷണത്തിന് വേണ്ടി മാത്രം ഒരു റിസർച്ച് ഫൗണ്ടേഷൻ. ആ റിസർച്ച് ഫൗണ്ടേഷന് 1,00,000 കോടി രൂപ നീക്കിവെക്കുന്നു എന്നർത്ഥം. ഇനി പൊതുമേഖലാ ബസ്സുകൾക്ക് പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുമേഖലാ ബസ്സുകൾക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് 18,000 കോടി രൂപയാണ്. റെയിൽവേയുടെ നവീകരണത്തിന് വേണ്ടി 1.10 ലക്ഷം കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അതേസമയം സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള തുറമുഖങ്ങളുടെ വികസനത്തിന് വേണ്ടി 2,000 കോടി കൂടി അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ തുറമുഖങ്ങളടക്കം സ്വകാര്യവൽക്കരണത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഏരിയ കൂടിയാണ്. പോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നുവെന്ന് നിർമ്മല സീതാരാമൻ വളരെ കൃത്യമായി തന്നെ ഈ ബജറ്റിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഊർജ്ജ മേഖലയിലേക്ക് എത്തിയാൽ നിർമ്മല സീതാരാമന്റെ ബജറ്റ് വളരെയധികം സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നു, പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നു. 3.05 ലക്ഷം കോടിയാണ് സൗരോർജ്ജ കോർപ്പറേഷന് വേണ്ടി 1,000 കോടി രൂപ കൂടി മാറ്റിവെക്കുന്നു. മാത്രവുമല്ല, സോളാർ വാഹനങ്ങൾക്കും സോളാർ ഉപകരണങ്ങൾക്കുമായി ഇളവുകളും അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഏറ്റവും ശ്രദ്ധേയമായത് കാർഷിക മേഖലയിൽ നിർമ്മല സീതാരാമൻ കൊണ്ടുവരുന്ന ഈ ബജറ്റ് ഏതെങ്കിലും തരത്തിലൊരു ഉത്തേജനമാകുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടുള്ള സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ താങ്ങുവിലയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ നിർമ്മല സീതാരാമൻ പറയുന്നു 75,000 കോടി നെൽകർഷകർക്ക് 1.72 ലക്ഷം കോടി രൂപയാണ് കാർഷിക താങ്ങുവിലയായി നൽകുക എന്ന് പറയുന്നത്. വായ്പകൾക്കായി അനുവദിക്കുന്നതാകട്ടെ 16.5 ലക്ഷം കോടി. തെറ്റിദ്ധരിക്കരുത്, കാർഷിക മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിരിക്കുന്ന തുകയല്ല 16.5 ലക്ഷം കോടി രൂപ. കാർഷിക വായ്പകൾക്കായി മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാൻ വേണ്ടി ബജറ്റ് അനുവദിച്ചിരിക്കുന്ന പരിധിയാണ് 16.5 ലക്ഷം. ഇനി എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെലവ് കുറഞ്ഞ വീടിന് നികുതി ഇളവുണ്ടാവും. അത് ആദായ നികുതി ഇളവായിരിക്കും ഇത് റിഫ്ലക്ട് ചെയ്യുക. ആദായ നികുതിയിൽ ഡിഡക്ഷൻ കാറ്റഗറിയിൽ ചെറിയ വീടുകൾ വെക്കുന്നവർക്ക്, ചെലവ് കുറഞ്ഞ വീടുകൾ വെക്കുന്നവർക്കുള്ള നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റൊന്ന്, പെട്രോളിന് 2.5 രൂപയും ഡീസലിന് 4 രൂപയും അഗ്രി സെസ് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ പ്രേക്ഷകർ ഇത് കേട്ട് ബുദ്ധിമുട്ടേണ്ടതില്ല. ഈ
അഗ്രീസസ് ഏർപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ധനവില വർദ്ധിക്കില്ല. കാരണം ഈ ഇന്ധനവിലയുടെ എക്സൈസ് ഡ്യൂട്ടി 2.5 പെട്രോളിനും 4 രൂപ ഡീസലിനുമായി കുറച്ചിരിക്കുന്നത് കൊണ്ട് ഈ വർധനവ് ആ രീതിയിൽ ഇന്ധനവില ഉയരാൻ കാരണമാവില്ല. ആദായ നികുതിയിൽ വലിയ ഇളവുകൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആകെ പ്രധാനമായും ആദായ നികുതിയിലുള്ള ഒരേ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് 75 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതിൽ പെൻഷനും പലിശയും ഇനത്തിൽ വരുമാനം സ്വന്തമാക്കുന്നവർക്ക് അല്ലെങ്കിൽ വരുമാനമുള്ളവർക്ക് 2 കണ്ടീഷൻ: 75 വയസ്സിന് മുകളിലായിരിക്കുന്ന സീനിയർ സിറ്റിസൺ ആയിരിക്കണം, പെൻഷനും പലിശയും ഇത് രണ്ടുമായിരിക്കണം പ്രധാനപ്പെട്ട വരുമാനം. ഇങ്ങനെയുള്ളവർക്ക് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. ഇതിന്റെ അർത്ഥം അവർക്ക് നികുതി ഇളവുണ്ട് എന്നല്ല, അത് അതാതു സ്ഥാപനങ്ങൾ നികുതി ഇളവ്, ബാങ്കുകളാണെങ്കിൽ ബാങ്ക്, ട്രഷറികളാണെങ്കിൽ ട്രഷറി ആ നികുതി ഡിഡക്റ്റ് ചെയ്യും എന്നർത്ഥം. പ്രവാസി ഇന്ത്യക്കാർക്കായുള്ള ഇരട്ട നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ആദായ നികുതി നിരക്കിൽ ഒരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇത് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് അധിക തരത്തിലുള്ള ഉത്തേജനം നൽകുന്ന ഒരു പാക്കേജ് അല്ല എന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. ഇനി 3 വർഷത്തിനകം 7 ടെക്സ്റ്റൈൽ പാർക്കുകൾ, കൂടുതൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, ജോബ് ക്രിയേഷന് വേണ്ടി നിർമ്മലാ സീതാരാമന്റെ ഒരു പദ്ധതി. 7 ടെക്സ്റ്റൈൽ പാർക്കുകൾ 100 നഗരം പാചകവാതക ശൃംഖലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സിറ്റി ഗ്യാസ് പദ്ധതി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകുമ്പോൾ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൂടുതൽ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിലേറ്റവും നമ്മളെ അസ്വസ്ഥമാക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ ഒരു തരത്തിൽ അതൃപ്തി ഉളവാക്കുന്നതുമായ ഒരേ ഒരു പോയിന്റ്, ഇതിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഹിതം എത്ര നീക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ല എന്നുള്ളത്. എങ്ങനെയാണ് പണലഭ്യത ഉറപ്പുവരുത്തുന്നത്? അതിനുള്ള യുണീക്കായ പദ്ധതികൾ, അതിൽ ചില അസറ്റിന്റെ മോണിറ്റൈസേഷൻ അടക്കമുള്ള ചില പദ്ധതികൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെന്തെങ്കിലും ഭാവനാത്മകമായി ബജറ്റിലുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഇന്ന് നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് 6 പ്രധാനപ്പെട്ട തൂണുകളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ബജറ്റ് അവതരിപ്പിക്കുക എന്നാണ്. ഇതിൽ ആദ്യത്തേത് ആരോഗ്യം എന്ന തൂണാണ്. ആരോഗ്യ മേഖലയ്ക്കായിരിക്കും, ഹെൽത്ത് സെക്ടർ ആൻഡ് വെൽ ബീയിങ് ആയിരിക്കും ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രയോറിറ്റി സർക്കാരിൻ്റെത്. സ്വാഭാവികമായും ബജറ്റ് പരിശോധിക്കുമ്പോൾ കോവിഡ് കാലത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ആരോഗ്യത്തിൻ്റെ ഘടന തന്നെയാണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖല തന്നെയാണ് സർക്കാർ പ്രധാനമായിട്ടും എടുത്ത് പരിശോധിക്കുന്നതും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ബജറ്റിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 137% അധികമാണ് ആരോഗ്യ മേഖലയിലുള്ള സർക്കാരിൻ്റെ ഇത്തവണത്തെ നിക്ഷേപം. അത് ഈ ബജറ്റിനെ മറ്റു ബജറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി മാറ്റുന്നു. അതേസമയം ഇതിൻ്റെ പൊതു രാഷ്ട്രീയ സ്വഭാവം കഴിഞ്ഞ ബജറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതുമില്ല. രണ്ടാമത്തത് അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തത് സമഗ്രമായ വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്തിനെ ആയിരിക്കും ഈ ബജറ്റ് പ്രതിനിധാനം ചെയ്യുകയെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. മറ്റൊന്ന് ഗവേഷണത്തിനുള്ള കൂടുതൽ പ്രാധാന്യം നൽകുന്നു, മാനവ വിഭവശേഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, ആ ഹ്യൂമൻ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്നോവേഷൻസ് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഗവേഷണം കഴിഞ്ഞാൽ മാക്സിമം ഗവേണൻസ്, മിനിമം ഗവൺമെന്റ് എന്ന തിയറിയാണ്. ആ തിയറിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുകയെന്ന് പറയുന്നു. ചുരുക്കത്തിൽ എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഈ 6 തൂണുകളിലാണ് നിർമ്മലാ സീതാരാമൻ തന്റെ ബജറ്റ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് പാക്കേജിംഗ്, ഇറ്റ്സ് എൻ എക്സലന്റ് പാക്കേജിംഗ്. പക്ഷേ ആ പാക്കേജിന്റെ ഉള്ളിൽ ആ കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. വെൽക്കം യൂണിയൻ ബഡ്ജറ്റ് 2021. അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ ബഡ്ജറ്റ് എന്ന നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനമുള്ള ബഡ്ജറ്റ്. നേരത്തെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ബഡ്ജറ്റാണ് താൻ അവതരിപ്പിക്കുന്നത് എന്നാണ്. നോക്കാം നമുക്ക് ഈ ബഡ്ജറ്റിന്റെ പാക്കേജിംഗ് മനോഹരമാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല ഇത് സ്വദേശി ബഡ്ജറ്റാണ് ഇൻ എ വേ. കാരണം ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച രീതി ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ടാബിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അത് പൊതിഞ്ഞുകൊണ്ടുവന്ന കുപ്പായം തന്നെ അങ്ങനെയുള്ളതായിരുന്നു. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും, കുപ്പായത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ഈ ഇന്ത്യൻ നിർമ്മിതമായ ടാബാണ് താനും. ഇങ്ങനെ പൂർണ്ണമായും ഈ ബഡ്ജറ്റാണ് ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. ഇനി കണ്ടന്റിന്റെ ഉള്ളിലേക്ക് പോയാൽ പാക്കേജ് ഇസ് ഗുഡ് ആൻഡ് കണ്ടന്റ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ഈ താരതമ്യം കൂടി പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കൂ. 2020-21 21-22 പോയ വർഷത്തെ അപേക്ഷിച്ച് വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് നിക്ഷേപം നടത്തിയിരുന്നത്? ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് മാറ്റം നടത്തിയിരുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിലാദ്യം ആരോഗ്യ മേഖലയുടെ കണക്കെടുത്താൽ പോയ വർഷം 94,452 കോടി രൂപയാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. ഓർമ്മിക്കണം, ദാറ്റ് വാസ് എ പ്രീ കോവിഡ് ടൈം. കോവിഡ് വരുന്നതിന് മുമ്പുള്ള സാഹചര്യമായിരുന്നത് കൊണ്ട് തന്നെ 1 ലക്ഷത്തിൽ താഴെ
കോടി രൂപ മാത്രമാണ് ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കോവിഡിന് ശേഷം കോവിഡിനെ അതിജീവിക്കാനുള്ള ഈ ബഡ്ജറ്റ് 2.23 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ദ ജംപ് ഈസ് ഹ്യൂജ്. 137% വർധനവാണ് ആരോഗ്യ മേഖലയിൽ മാത്രം ഈ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിസ്ഥാനമായി ഞാൻ ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിക്കുക ഇറ്റ്സ് എ ഹെൽത്ത് ബഡ്ജറ്റ്. കാരണം ഏറ്റവും വലിയ വർധനവ് വന്നിരിക്കുന്നത് ഈ ആരോഗ്യ മേഖലയിലാണ്. 137%. അതിൽ തന്നെ 35,000 കോടി രൂപ വാക്സിനേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 64,000 കോടി രൂപ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ളതാണ്. ഇനി കാർഷിക മേഖലയിലേക്ക് വന്നാൽ 2020-21 2.83 ലക്ഷം കോടി രൂപയാണ് മാറ്റിവെച്ചിരുന്നത്. പക്ഷെ മാറ്റിവെച്ചിരുന്നത് എന്ന് പറയുമ്പോഴും അന്ന് വായ്പ എടുക്കാനുള്ള തുക എന്ന രീതിയിലാണ് ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. പോയ വർഷങ്ങളിലെല്ലാം തന്നെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കർഷകർക്ക് വായ്പ എടുക്കാവുന്ന പരിധിയായി പറഞ്ഞിരുന്നത് 2.83 ലക്ഷം കോടിയാണ്. അതിനുശേഷം വന്ന ആത്മനിർഭർ ഭാരത് പാക്കേജ് മിനി ബജറ്റുകളിൽ ഇതിന്റെ തുക ഉയർത്തി വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഈ ബജറ്റിൽ പറയുന്നു 16.5 ലക്ഷം കോടി രൂപ വരെ വിവിധ ബാങ്കുകളിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കർഷകർക്ക് വായ്പ എടുക്കാം. ഇതിന്റെ അർത്ഥം ബജറ്റ് കാർഷിക മേഖലയിലേക്ക് 16.5 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നല്ല, കർഷകർക്ക് വായ്പ എടുക്കാം എന്ന് മാത്രമാണ്. ആ രീതിയിൽ വേണം നമ്മളതിനെ കാണാൻ. പക്ഷേ അതിനുള്ള അനുമതി ബജറ്റ് നൽകിയിരിക്കുന്നുവെന്നാണ്. ഇനി ഗോതമ്പിന്റെയും നെല്ലിന്റെയും താങ്ങുവിലയെക്കുറിച്ച് ബജറ്റ് പറഞ്ഞത് കാലങ്ങളിലായി എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം. 2013-14 35.4 ലക്ഷം കർഷകർക്ക് 33,874 കോടി രൂപയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് ആയിട്ട് കൊടുത്തത് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അതിനെ അപേക്ഷിച്ച് 2013 അപേക്ഷിച്ച് 2019 എത്തുമ്പോൾ 43.3 ലക്ഷം കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ ഗുണം ലഭിച്ചുവെന്നും ഈ 33,000 നിന്ന് ഏകദേശം ഇരട്ടിയായി 62,802 കോടി രൂപ മിനിമം സപ്പോർട്ട് പ്രൈസായി ഗോതമ്പിന് കൊടുത്തുവെന്നുമാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. അത് പോയ വർഷം മാത്രം 75,100 കോടി രൂപയായി മിനിമം സപ്പോർട്ട് പ്രൈസ് 45 ലക്ഷത്തോളം കർഷകർക്ക് നൽകി എന്ന് പറയുന്നു. ഇത് 2013-14 അപേക്ഷിച്ച് ഗോതമ്പ് കർഷകർക്കിടയിൽ വലിയ വർധനവുണ്ടായിരിക്കുന്നു. സമാനമായ വർധനവ് അരിയുടെ കാര്യത്തിലും നെല്ലിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിർമ്മല സീതാരാമൻ ഇന്ന് അവകാശപ്പെട്ടത്. ഇത് അവകാശപ്പെടുന്ന സമയത്ത് പ്രതിഷേധമുണ്ടായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും. ഈ സർക്കാർ കർഷകരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സർക്കാരാണെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഈ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്നും വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ഇനി ഓഹരി വിറ്റഴിക്കൽ എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളായി തുടരുന്നതും ഈ വർഷം സർക്കാർ അതിന്റെ പാത പിന്തുടരുന്നതെന്നും ഈ ഗ്രാഫിൽ വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഓഹരി വിറ്റഴിക്കൽ പോയ വർഷങ്ങളിൽ എങ്ങനെ തുടരുന്നു, 2016 മുതലുള്ള കണക്കുകൾ നമ്മളോട് പറയുന്നു. കുത്തനെയുള്ളൊരു വർധനവ് പ്രേക്ഷകർക്ക് ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും. 2016-17 കാലഘട്ടത്തിൽ 56,500 കോടി രൂപയുടെ ഓഹരിയാണ് പൊതുമുതലാണ് സർക്കാർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്. 2017-18 ആകുമ്പോഴേക്കും അതിലൊരു വർധനമുണ്ടാവുന്നു. 72,500 കോടി രൂപയുടെ ഓഹരി വിറ്റഴിക്കൽ ഉണ്ടാവുന്നു. 2017-18 ആകുമ്പോഴേക്കും 80,000 കോടിയായി അത് വർദ്ധിക്കുന്നു. 2019-20 ആകുമ്പോഴേക്കും 1 ലക്ഷത്തിലേക്ക് കണക്കുകൾ എത്തുന്നു. 2020-21 ആകുമ്പോഴേക്കും 1.2 lakh crore 1.20 ലക്ഷം കോടി രൂപയുടെ ഓഹരി വിറ്റഴിക്കൽ ഉണ്ടാവുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇപ്പോഴുള്ള കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 1.75 ലക്ഷം ക്രോർ 1.25 ലക്ഷം കോടി രൂപയുടെ പൊതുസമ്പത്ത് അഥവാ പൊതുമുതലാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നത്. പബ്ലിക് സെക്ടർ യൂണിറ്റിന്റെ പ്രധാനമായും ഷിപ്പിംഗ്, ഒപ്പം തന്നെ എയർ ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങൾ, BPCL, LICയുടെ IPO അടക്കം ഈ പൊതു ഓഹരിയുടെ വിറ്റഴിക്കൽ ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായി കണക്കാക്കുന്നു. അങ്ങനെ ക്യാപിറ്റൽ റവന്യൂവിന്റെ ഭാഗമായി സർക്കാർ കണക്കാക്കുന്നത് ഈ പൊതുമുതൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ വിമർശിച്ചിരിക്കുന്നു അത് കച്ചവടത്തിനുള്ള ബജറ്റാണ്. രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നു ഇത് കച്ചവടത്തിനുള്ള ബജറ്റാണ്. ഈ ബജറ്റ് യഥാർത്ഥത്തിൽ ഒരു പ്രോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റാണ്. അറ്റ് ദ സെയിം ടൈം ഈ ബജറ്റ് ഒരു ഹെൽത്ത് ബഡ്ജറ്റുമാണ്. ഇനിയും ഈ ബജറ്റിന്റെ ഏറെ പ്രധാനപ്പെട്ട ചില കണക്കുകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിനുശേഷം നമ്മൾ അതിഥികളിലേക്ക് പോകും. ഈ ബജറ്റ് യഥാർത്ഥത്തിൽ നമ്മളോട് പറയുന്ന രാഷ്ട്രീയം എന്താണ്? തീവ്ര സ്വകാര്യവൽക്കരണത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയമാണ്. വെൽക്കം ബാക്ക്. യൂണിയൻ ബഡ്ജറ്റ് 2021 ഒരു കണക്ക് കൂടി പ്രേക്ഷകർ അറിയണം. ഈ ബഡ്ജറ്റിനെ മുഴുവൻ പിടിച്ചു നിർത്തിയിരിക്കുന്നതും ഈ ബജറ്റ് നമ്മളോട് പറയുന്നതുമായ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ കണക്ക്.
എങ്ങനെയാണ് നമ്മുടെ രാജ്യം 2014 മുതൽ ആഭ്യന്തര ഉൽപാദന വളർച്ചയിൽ പോയതും കഴിഞ്ഞ വർഷത്ത് എന്താണ് വളർച്ചയ്ക്ക് സംഭവിച്ചതും? 2014 മുതലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ 2014-2015 കാലത്തിൽ 7.4% മൊത്തം GDP വളർച്ച. 2015-2016 8% ആയിട്ട് GDP-യുടെ വളർച്ച. 2016-17 വരുമ്പോൾ 8.3 ആയിട്ട് വീണ്ടും ഉയരുന്നു. 2017-2018 ആകുമ്പോഴേക്കും 7% വീണ്ടും താഴുന്നു. 2018-2019 ആകുമ്പോഴേക്കും 6.1% കുറവുണ്ടാവുന്നു. വീണ്ടും 6.1% താഴുന്നു. 2019-2020 4.2% വളർച്ച മാത്രമാണ്. ബട്ട് 2020-2021 പ്രേക്ഷകർക്ക് കാണാം വളർച്ച കീഴ്പോട്ടാണ്. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മളുടെ രാജ്യം നിൽക്കുന്നത് 7.7% വളർച്ച കുറവുള്ള ഒരു സ്ഥലത്തേക്കാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനെ ഇനി മുകളിലേക്ക് കൊണ്ടുവരാൻ സ്വാഭാവികമായും സർക്കാർ ആവിഷ്കരിക്കേണ്ട പദ്ധതികളായിരുന്നു ഇന്നത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. ധനക്കമ്മി ഇതിൻ്റെ മൂലം എത്രമാത്രം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ധനമന്ത്രി നമ്മളോട് പറയുന്നു. വളരെ എളുപ്പം പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ ധനക്കമ്മി ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. 2020-21 ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത് 3.5% ആണ് പ്രതീക്ഷിച്ചത്. എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്ന ധനക്കമ്മി ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.5% ആയിരുന്നു. പക്ഷേ ഇന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 9.5% എന്ന കമ്മിയാണ്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ധനക്കമ്മി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇത്തരമൊരു സാഹചര്യത്തിൽ 9.5% ആണ്. അതിന് സ്വാഭാവികമായും കോവിഡ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ 2021-22 നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ 9.5%-ൽ നിന്നും 6.8% രാജ്യത്തിന്റെ ധനക്കമ്മി കുറയുക എന്നുള്ളതാണ്. ചെലവും വരവും തമ്മിലുള്ള വ്യത്യാസം കുറയ്ക്കുക എന്നതാണ്. 2025-26 4.5% നിർമ്മലാ സീതാരാമൻ പ്രതീക്ഷിക്കുന്ന ഐഡിയലായിരിക്കുന്ന ധനക്കമ്മി. യഥാർത്ഥത്തിൽ ഇത് 3% കൊണ്ടുവരിക എന്നതാണ് ഒരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് ഈ ബഡ്ജറ്റിൽ എന്തുണ്ട് എന്നതാണ് ചോദ്യം.